പ്രായം ഒരു നമ്പർ എന്ന് പറഞ്ഞ് കുറേയധികം സൗന്ദര്യവർദ്ധക വസ്തുക്കളൊക്കെ മുഖത്തൊക്കെ തേച്ച് ചില സൗന്ദര്യ സംരക്ഷണമൊക്കെ നടത്തിയാൽ കുറച്ചു നാളൊക്കെ ചർമ്മമൊക്കെ ഒന്ന് ചുളിയാതെ ഇരിക്കും. പക്ഷേ അതൊക്കെ നല്ല ആരോഗ്യം കിട്ടുമെന്നൊന്നും പ്രതീക്ഷിക്കേണ്ട. അങ്ങനെ നല്ല ആയുസ്സോടെയും ആരോഗ്യത്തോടെയൊക്കെ ഇരിക്കുന്നവർ ലോകത്തിൽ തന്നെ ഇപ്പോൾ വളരെയധികം വിരളമാണ്. ഇപ്പോൾ 60-70 ഒക്കെ എത്തുമ്പോഴേക്കും കിടക്കയിലാകുന്നവരും ഒരടി പോലും നടക്കാത്തവരും ഏറി വരികയാണ്. എന്നിട്ടാണ് ഇനി ആരോഗ്യത്തോടെ 100 കഴിയുന്നത്. ഏതായാലും അങ്ങനെയുള്ള ചിലരുടെ ഹെൽത്ത് ടിപ്സ് ഒക്കെ നമ്മളൊക്കെ വളരെ ശ്രദ്ധയോടെയാണ് വീക്ഷിക്കുന്നത്. ഇപ്പോഴിതാ ലോകത്തിലെ ഏറ്റവും പ്രായം കൂടിയ വ്യക്തിക്ക് ഇപ്പോൾ 116 വയസ്സാണ് തികഞ്ഞിരിക്കുന്നത്. ദീർഘവും സന്തുഷ്ടവുമായ ജീവിതം നയിക്കാൻ അവരെ സഹായിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങൾ എന്താണ് എന്നറിയാൻ എല്ലാവരും വലിയധികം താല്പര്യം പ്രകടിപ്പിച്ചിരുന്നു. ഇപ്പോൾ അതിൻ്റെ രഹസ്യം അവർ പുറത്തുവിടുകയാണ്. അത് ഏതെങ്കിലും ഭക്ഷണക്രമമോ വ്യായാമമോ അല്ല. എഥേൽ കാറ്റർഹാം എന്നാണ് ഈ ലോക മുത്തശ്ശിയുടെ പേര്. 1909 ഓഗസ്റ്റ് 21 ഇംഗ്ലണ്ടിലെ ഹാംഷെയറിലെ ഒരു ഗ്രാമത്തിലാണ് ഈ മുത്തശ്ശി ജനിച്ചത്. ടൈറ്റാനിക് മുങ്ങുന്നതിന് 3 വർഷം മുമ്പും റഷ്യൻ വിപ്ലവത്തിന് 8 വർഷം മുമ്പുമായിരുന്നു ഇവർ ജനിച്ചത്. ഇന്ന് 116 വയസ്സുള്ള അവർ ലോകത്തിലെ ഏറ്റവും പ്രായം കൂടിയ വ്യക്തി കൂടിയാണ്. ഈ വർഷം ആദ്യം ബ്രസീലിയൻ കന്യാസ്ത്രീ സിസ്റ്റർ ഇന കാനാബാരോയുടെ മരണത്തെ തുടർന്ന് ഗിന്നസ് വേൾഡ് റെക്കോർഡ് ഔദ്യോഗികമായി ഇവരുടെ പേര് അംഗീകരിച്ചു എന്നാണ് റിപ്പോർട്ട്. 2 ലോകമഹായുദ്ധങ്ങൾ, ബ്രിട്ടനിലെ 6 വ്യത്യസ്ത രാജാക്കന്മാർ, 27 പ്രധാനമന്ത്രിമാർ എന്നിവരുടെ കാലഘട്ടങ്ങളിലൂടെയാണ് ഇവരുടെ ജീവിതം കടന്നുപോയത്. എഡ്വേർഡിയൻ കാലഘട്ടം മുതൽ നിർമ്മിത ബുദ്ധിയുടെ യുഗം വരെ നീളുന്നു ഇവരുടെ ജീവിതം. ഇതിനെല്ലാം കാറ്റർഹാം സാക്ഷ്യം വഹിച്ചു എന്നതാണ് അവരുടെ ജീവിതത്തെ ഏറെ ശ്രദ്ധേയമാക്കുന്നത് തന്നെ. ദീർഘായുസിൻ്റെ രഹസ്യം എന്താണ് എന്ന കാര്യം ഇപ്പോൾ വെളിപ്പെടുത്തുന്നത് ഒരു അല്പം അത് കേൾക്കുമ്പോൾ അവിശ്വസനീയമായിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഒരിക്കലും ആരോടും തർക്കിക്കാത്തതാണ് തൻ്റെ ദീർഘായുസിൻ്റെ രഹസ്യം എന്നാണ് ഇപ്പോൾ ഈ മുത്തശ്ശി വെളിപ്പെടുത്തിയിരിക്കുന്നത്. സാധാരണയായി പലരും ദീർഘായുസിൻ്റെയും ആരോഗ്യത്തിൻ്റെയും പിന്നിൽ വ്യായാമവും ഭക്ഷണക്രമവും ആണെന്നാണ് അവകാശപ്പെടാറുള്ളത്. എന്നാൽ ആദ്യമായിട്ടായിരിക്കാം ആരോടും തർക്കിക്കാത്തതാണ് ആരോഗ്യത്തിൻ്റെ രഹസ്യം എന്നൊരാൾ ആദ്യമായി വെളിപ്പെടുത്തുന്നത്. താൻ ആരോടും തർക്കിക്കാറില്ലെന്നും അവർ പറയുന്ന കാര്യങ്ങൾ മറ്റുള്ളവർ പറയുന്നത് കേൾക്കുകയും തുടർന്ന് തനിക്ക് ഇഷ്ടമുള്ളത് ചെയ്യുന്നതാണ് രീതിയെന്നും കാറ്റർഹാം മാധ്യമങ്ങളോട് ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നു. ആരെങ്കിലുമായി തർക്കിക്കാൻ ഏർപ്പെടുന്നത് ഹൃദയത്തിനും തലച്ചോറിനും ദോഷകരമായ ഫലങ്ങൾ ഉണ്ടാക്കും എന്ന കാര്യം ഡോക്ടർമാരും സമ്മതിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ഈ കാഴ്ചപ്പാടും സംഘർഷങ്ങളോടുള്ള അവരുടെ ശാന്തമായ സമീപനവും തന്നെയാണ് അവരുടെ ദീർഘായുസിൻ്റെ രഹസ്യമെന്ന് എല്ലാവരും കണക്കാക്കേണ്ടി തന്നെ വരും. അതേസമയം കാറ്റർഹാമിന് ഒരു ഇന്ത്യൻ ബന്ധവുമുണ്ട്. 18ാമത്തെ വയസ്സിൽ അവർ ഇന്ത്യയിലേക്ക് പോയി ഒരു ബ്രിട്ടീഷ് കുടുംബത്തിന് വേണ്ടി നാനിയായി ജോലി ചെയ്തു. 3 വർഷത്തിന് ശേഷം അവർ നാട്ടിലേക്ക് മടങ്ങുകയായിരുന്നു. ബ്രിട്ടീഷ് ആർമിയിൽ മേജറായിരുന്ന നോർമൻ ആയിരുന്നു അവരുടെ ഭർത്താവ്. ഭർത്താവിൻ്റെ ജോലിയുടെ ഭാഗമായി അവർ വിവിധ രാജ്യങ്ങളിൽ താമസിച്ചിരുന്നു. ഹോങ്കോങ്ങിൽ കാറ്റർഹാം ഒരു നഴ്സറി പോലും സ്ഥാപിച്ചിട്ടുണ്ട്. 1976 ഭർത്താവും പിന്നീട് 2 പെൺമക്കളും മരിച്ചു. കാറ്റർഹാമിൻ്റെ മൂത്ത സഹോദരിമാരിൽ ഒരാൾ 104 വയസ്സ് വരെ ജീവിച്ചിരുന്നു. 2020 111 വയസ്സിൽ കാറ്റർഹാം കോവിഡ് മഹാമാരിയെയും അതിജീവിച്ചിരുന്നു. ഏതായാലും കാറ്റർഹാമിനെ പോലെ ആരെയും ബുദ്ധിമുട്ടിക്കാതെ ആരോടും തർക്കിക്കാതെ ജീവിതം നയിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ ആരോഗ്യത്തോടെ ജീവിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. ഒരുപക്ഷെ കാറ്റർഹാം പറഞ്ഞത് ശരിയായിരിക്കും. മനുഷ്യൻ്റെ സമാധാനവും സന്തോഷവുമാണ് ഏറ്റവും മികച്ച ആരോഗ്യം നമുക്ക് തരുന്നത്.